ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്ന മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് MBD പിടിക്കാതെ സേഫ് ആയിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഗൈസ്, നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് മോഡിഫൈ ചെയ്യാം? ഒരു 5-6 കാര്യം ചെയ്താൽ മതി. വണ്ടിയുടെ ലുക്കേ മാറും, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കായിരിക്കും. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ വർക്ക്, വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്യാം. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കൊടുക്കാം. പക്ഷേ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ RC ബുക്കിലും കളർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഫൈൻ അടിക്കും. രണ്ടാമത്തെ വർക്ക്, കളർ ചേഞ്ച് ചെയ്തു വണ്ടിക്ക് പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കാം. PPF, സെറാമിക് ഇങ്ങനെയുള്ള കോട്ടിങ് കൊടുക്കാം. സെറാമിക്കിനെക്കാട്ടിലും നല്ലത് PPF കോട്ടിംഗ് ആണ്. വണ്ടിക്ക് വരുന്ന സ്ക്രാച്ചസ് പ്രൊട്ടക്റ്റ് ചെയ്യും. മൂന്നാമത്തെ വർക്ക്, അലോയ് ചേഞ്ച് ചെയ്യാം. നല്ലൊരു ഡിസൈനിലുള്ള വീല് സെലക്ട് ചെയ്യുക. വണ്ടിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിലും വീല് സെലക്ട് ചെയ്യുക. പക്ഷേ വണ്ടിയുടെ ബോഡിക്ക് പുറത്ത് കിടക്കുന്ന വീലിട്ടാൽ ഫൈൻ അടിക്കും. ബോഡിയോട് ചേർന്ന വീല് ഇട്ടാൽ ഫൈൻ അടിക്കില്ല. നല്ലൊരു ലോ പ്രൊഫൈൽ ടയറും കൂടി സെലക്ട് ചെയ്യാം. നാലാമത്തെ വർക്ക്, വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ്, ടെയിലൈറ്റ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സ്പോയിലർ സെറ്റ് ചെയ്യാം. വണ്ടിക്ക് നിക് നെയിം കൊടുക്കാം, അത് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ. വണ്ടിക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കാം, പക്ഷേ ലോക്കൽ ഒട്ടിക്കരുത്. നിയമത്തിലുള്ള 50% ബ്രാൻഡായിട്ടുള്ള കൂളിംഗ് ഫിലിം ഒട്ടിക്കാം. അഞ്ചാമത്തെ വർക്ക്, എക്സ്റ്റീരിയർ വർക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻറ്റീരിയർ വർക്ക് നോക്കാം. സീറ്റ് കവർ ചേഞ്ച് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്ത് നല്ലൊരു കളർ തീം കൊടുക്കാം. പിന്നെ ഡാഷ്ബോർഡിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഫ്ലോർ മാറ്റ് ചേഞ്ച് ചെയ്യാം. സീറ്റ് ബെൽറ്റ് കസ്റ്റമൈസ് ചെയ്ത് ഡിസൈനിലും കളറിലും ചേഞ്ച് ചെയ്യാം. പിന്നെ ഗിയർ നോബ് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിയർ നോബ് സെലക്ട് ചെയ്യാം. ആറാമത്തെ വർക്ക്, വണ്ടിയുടെ സ്പീക്കർ അപ്ഡേറ്റ് ചെയ്ത് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കൊടുക്കാം. സ്റ്റീരിയോ ചേഞ്ച് ചെയ്യാം. 360 ക്യാമറ സെറ്റ് ചെയ്യാം. സബ് ആഡ് ചെയ്യാം. ആംബിയൻ ലൈറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ വണ്ടിയുടെ ടോപ്പിൽ പെൻഡേർ ബോക്സ് സെറ്റ് ചെയ്യാം. ഏഴാമത്തെ വർക്ക്, കുറച്ചും കൂടി മോഡിഫൈ ചെയ്യണമെങ്കിൽ വണ്ടിയുടെ എൻജിൻ റൂം പെയിൻറ്റ് ചെയ്യാം. നല്ലൊരു കളർ തീം കൊടുക്കാം. പിന്നെ എൻജിൻ ട്യൂൺ ചെയ്യാം, പക്ഷേ അത്ര സേഫ് അല്ല. സ്റ്റേജ് 1 ട്യൂൺ ചെയ്താൽ അത്ര കുഴപ്പമില്ല. വണ്ടിയുടെ പവറിൽ നല്ലൊരു വ്യത്യാസം വരും. ഗൈസ്, ട്യൂൺ ചെയ്യുമ്പോൾ അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞത്. സ്റ്റേജ് 1 കുഴപ്പമില്ല, പക്ഷേ സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ട്യൂൺ ചെയ്യുമ്പോൾ എക്സോസ്റ്റ് മാനിഫോൾഡ് ചേഞ്ച് ചെയ്ത് ഫ്രീ ഫ്ലോ ആയിട്ടുള്ള എക്സോസ്റ്റ് സെറ്റ് ചെയ്യും. സൗണ്ട് കൂടും, അപ്പോൾ ഫൈൻ അടിക്കും. സ്റ്റേജ് 1 ചെയ്താൽ അത്ര കുഴപ്പമില്ല. ഇത്രയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്താൽ മതി. നല്ലൊരു റോഡ് പ്രസൻസ് ലുക്ക് വണ്ടിക്ക് കിട്ടും. ഗൈസ്, വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.